ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നിഫ്റ്റി വലിയൊരു കറക്ഷനിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ആഴ്ച തന്നെ എൻ്റെ ബെഞ്ച് മാർക്സുള്ള മെമ്പേഴ്സുമായിട്ട് എനിക്കൊരു സൂം മീറ്റ് ഉണ്ടായിരുന്നു. ആ സൂം മീറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു നിഫ്റ്റി വല്ലാതെ സ്ട്രെച്ചാണ്, ഒരു 800 പോലെ 1000 പോയിൻറ്റോളം താഴെ പോകണമെന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞിരുന്നു. എനിവേ നിഫ്റ്റി ഒരു 750 പോയിൻറ്റോളം താഴെ ലോ ഹിറ്റ് ചെയ്ത കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. എന്തുകൊണ്ടാണ് നിഫ്റ്റി താഴെ പോകാനുള്ള കാരണങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഇൻപുട്സാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇൻപുട്സിൽ പോകുന്നതിന് മുമ്പ് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ മാസം മുതൽ Eqtfxലുള്ള നമ്പർ ഓഫ് വീഡിയോസിനെണ്ണം നമ്മൾ കുറച്ചു. ഇനിപോലെ സാധാരണ ഒരു 6 വീഡിയോസാണ് സാറിന് എല്ലാ മാസവും കൊടുത്തുകൊണ്ടിരുന്നത്. 6+ ആണ്, ചിലപ്പോൾ മിനിമം 6 കാണും, അല്ലെങ്കിൽ റിസൾട്ട് ടൈമിലൊക്കെ കണ്ടമാനം വീഡിയോസ് കൊടുത്തുകൊണ്ടിരുന്നു. അതെല്ലാം സ്ട്രീം ലൈൻ ചെയ്തിട്ട് ഇനിയിപ്പോൾ 10 ഡേയ്സ് ഗ്യാപ്പിൽ മാത്രമേ വീഡിയോ വരത്തുള്ളൂ. ദാറ്റ് മീൻസ് ഒരു മാസം 3 വീഡിയോ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, Eqtfx ട്രെൻഡ്സിൽ കഴിഞ്ഞ മാസം 30 വീഡിയോസോളം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് നമ്മൾ വിൽ കീപ്പ് ഓൺ മെയിൻറ്റെയിൻ ദി സെയിം മൊമെൻറ്റം. ഓക്കെ, റിസൾട്ട് തീർന്നു കഴിഞ്ഞാൽ 30 വീഡിയോസൊന്നും നാച്ചുറലി വരില്ല. പക്ഷേ റിസൾട്ടിനെ ബേസ് ചെയ്തുള്ള ഒരു ചാനലാണല്ലോ Eqtfx ട്രെൻഡ്സ് എന്ന് പറയുന്നത് ശരിക്കും. സോ Eqtfx ട്രെൻഡ്സ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ ഫാക്ടറാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പെട്ടുപോകുന്നത് ട്രെൻഡിങ് മാർക്കറ്റിൽ നിന്ന് മാർക്കറ്റ് തിരിയുമ്പോഴാണ്. എന്തുകൊണ്ടാണ് പെട്ടുപോകുന്നതെന്ന് വെച്ചാൽ, സാധാരണ ആൾക്കാർ സ്റ്റോക്കിൻ്റെ ഫണ്ട് അനലൈസ് ചെയ്യാതെ, അതിൻ്റെ വാല്യുവേഷൻ അനലൈസ് ചെയ്യാതെയാണ് സ്റ്റോക്ക് മേടിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ട്രെൻഡ് ചെയ്യുമ്പം നല്ല സ്റ്റോക്കും മോശം സ്റ്റോക്കും ഒരുമിച്ച് ട്രെൻഡ് ചെയ്ത് കയറിയിട്ട് മാർക്കറ്റ് തിരിയാൻ നേരത്ത് മോശം സ്റ്റോക്കെല്ലാം ഭയങ്കരമായിട്ട് താഴെ പോകും. ഇങ്ങനെ പെട്ടുപോകാതിരിക്കുക എന്നുള്ള സങ്കല്പത്തിലാണ്, പെട്ടുപോകാൻ പാടില്ല എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് Eqtfx ട്രെൻഡ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ട്രെൻഡ്സിൽ നമ്മൾ സാധാരണ റിസൾട്ട് തരുന്ന സ്റ്റോക്കുകളുടെ രാത്രി തന്നെ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് നല്ല റിസൾട്ട് തരുന്ന സ്റ്റോക്ക്, ബെസ്റ്റ് വാല്യൂഷനുള്ള സ്റ്റോക്ക് മാത്രമാണ് നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് 7 o'clock കൊടുക്കുന്നത്. കാര്യം ആൾക്കാർ പെട്ടുപോകരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓട്ടോമാറ്റിക് റിന്യൂവൽ നടക്കുന്നില്ല യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന്. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബാങ്കിൽ പോയിട്ട് ഓട്ടോ റിന്യൂവൽ മോഡിലേക്ക് ഈ ഒരു സബ്സ്ക്രിപ്ഷനെ നിങ്ങൾ മാറ്റണം. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാമത് ഓട്ടോ റിന്യൂ എല്ലാ മാസവും ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്തവർ ആ ഒരു പാർട്ടും കൂടെ നോക്കണമെന്ന് പറയാൻ കാര്യം. നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയ കാര്യം, ഈ ആഴ്ച എന്തുകൊണ്ട് നിഫ്റ്റി താഴെ പോയി, എന്തുകൊണ്ട് ഗ്ലോബൽ മാർക്കറ്റ് താഴെ പോയി എന്ന് വെച്ചാൽ, ഫിച്ചിൻ്റെ ഡീഗ്രേഡിംഗ് ആണ് US ഡെറ്റിനെ കുറിച്ച്. അപ്പോൾ എന്താണ് ഫിച്ച് എന്ന് പറയുന്ന ഏജൻസി? ഫിച്ച് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ കൺട്രീസിനെ ഡെറ്റിനെ അനലൈസ് ചെയ്യുന്ന വലിയൊരു ലോകത്തിലെ ഏറ്റവും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏജൻസികളിലൊന്നാണ് ഫിച്ച്. ഇവർ ബേസിക്കലി കൺട്രീസിനെയാണ് ഇവരെ ഗ്രേഡ് ചെയ്യുന്നത്, അല്ലെ കൺട്രീസ് ഡെപ്റ്റിനെയാണ് ഗ്രേഡ് ചെയ്യുന്നത്. എന്താണ് സംഭവിച്ചത്? ഫിച്ച് US-ൻ്റെ ഡെറ്റിനെ, ബേസിക്കലി സോവറിൻ ബോണ്ട്സിനെ അവർ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, AAA എന്നുള്ള കാറ്റഗറി, അതാണ് ഏറ്റവും ടോപ്പസ്റ്റ് റേറ്റിംഗ് കാറ്റഗറിയിൽ നിന്നും AA+ലേക്ക് അവർ ഒന്ന് താഴ്ത്തി ശരിക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് താഴ്ത്തിയാൽ? സാധാരണ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ, നോർമൽ കേസിൽ സംഭവിക്കുന്നത്, നമ്മൾ ഈ ഡെറ്റ് സോവറിൻ ബോണ്ട്സ് മേടിക്കുന്ന ധാരാളം ബാങ്ക്സ് ഉണ്ട്, വലിയ HNIs ഉണ്ട്, ഡിഫറെൻറ്റ് പീപ്പിളുണ്ട് അക്രോസ് വേൾഡ്, കോർപ്പറേറ്റ്സ് ഉണ്ട്, പീപ്പിളുണ്ട്, ബാങ്ക്സ് ഉണ്ട്. പല കൺട്രീസിലും AAA ബോണ്ട്സ് മാത്രമേ മേടിക്കാവുള്ളൂ എന്നുള്ളത് ലീഗലി അവർ ഒബ്ലൈജ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനത്തെ കൺട്രീസിലെ ആൾക്കാർക്ക്, ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ AAAയിൽ നിന്നും US സോവറിൻ ബോണ്ട്സിനെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ അവർക്ക് ഇത് വിൽക്കാതിരിക്കാൻ സാധിക്കത്തില്ല നോർമൽ കേസിൽ. കാര്യം രാജ്യത്തിൻ്റെ AAA മാത്രമേ അത് കൈവയ്ക്കാവുള്ളൂ എന്നുള്ള ഒരു ലീഗൽ പോയിൻറ്റ്സ് അവർ തീർച്ചയായും മാനിക്കേണ്ടി വരും. AAA റേറ്റഡ് ആയിട്ടുള്ള ബോണ്ട്സ് വളരെ കുറച്ചാണ് വേൾഡിലുള്ള. ഓസ്ട്രേലിയയുടെ AAA റേറ്റഡ് ആണ്, ജർമ്മനി ഉണ്ട്, അല്ലെങ്കിൽ നെതർലാൻഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ സിംഗപ്പൂരുണ്ട്. കുറച്ച് കൺട്രീസ് മാത്രമേ ഉള്ളൂ AAA റേറ്റിംഗിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിലുള്ളൊരു കൺട്രി ആയിരുന്നു US. അപ്പോൾ US-നെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം, AAA റേറ്റ് ആയിട്ടുള്ള സോവറിൻ ബോണ്ട്സിൻ്റെ ആ നമ്പർ ഓഫ് കൺട്രീസിൻ്റെ എണ്ണം കുറയും. 2, ഉള്ള ആൾക്കാർ ഇത് വിറ്റ് മാറാനായിട്ട് ദേ വിൽ ബി ഫോഴ്സ്ഡ് ടു ഡു ഇറ്റ് ആക്ച്വലി, ബിക്കോസ് ലീഗൽ ഒബ്ലിഗേഷൻ കൊണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു എക്സ്പെക്റ്റേഷനാണ്, ഒരു പക്ഷേ വിറ്റിട്ട് അവർ ലോക്കൽ കറൻസിയിലേക്ക് മാറുമ്പോൾ ഡോളർ ഡിപ്രീഷിയേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം ഡോളർ ആണ് ബേസിക്കലി അവർ ഓൺ കറൻസിയിലേക്ക്, ലോക്കൽ കറൻസിയിലേക്ക് മാറ്റുന്നത്. പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഞാൻ നോക്കിയിട്ട് ഡോളർ അപ്രീഷിയേറ്റ് ചെയ്തത്, ഡോളർ ഡിപ്രീഷിയേറ്റ് ചെയ്തില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. ഒരു പക്ഷേ അതിനുള്ളൊരു കാരണം മാർക്കറ്റ് താഴെ പോയാൽ ഡോളർ കയറുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടായിരിക്കാം. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് അവർ AAA റേറ്റിംഗിൽ നിന്ന് AA റേറ്റിംഗിലേക്ക് മാറാൻ കാര്യം? അവർ പറയുന്ന, ഫിച്ചിൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന 3 കാര്യങ്ങളുണ്ടെന്ന്. അമേരിക്കയിലെ ഗവേണൻസ് വളരെ ഡിറ്റീരിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2, ഡെറ്റിൻ്റെ ലിമിറ്റ് കണ്ടമാനം കൂടി ശരിക്കും.
മൂന്ന് എന്താ പറയുക, ഡെപ്റ്റ് കൺട്രോൾ മാനേജ്മെൻറ്റിലുള്ള വീക്ക്നെസ്. ഇത് മൂന്നുമാണ് അവർ എടുത്തു പറയുന്ന 3 കാര്യങ്ങൾ. അവർ പറയുന്നത് ഇത് 1-2 ദിവസം കൊണ്ട് റേറ്റിംഗ് നടത്തിയതല്ല, ഇത് 2 ഡെക്കേഡായിട്ടുള്ള ഒബ്സർവേഷനിൽ കൂടാണ് ഈ റേറ്റിങ്ങിലേക്ക് ഡീഗ്രേഡേഷൻ വരാനുള്ള കാരണം. ശ്രദ്ധിക്കണം, 2015 S&P ആണ് ആദ്യം US സോവറിൻ ബോണ്ട്സിനെ ഡീഗ്രേഡ് ചെയ്യുന്നത്. അന്ന് ഡെഫിസിറ്റ് ബഡ്ജറ്റിൻ്റെ ബേസിലാണ് അവർ ഡീഗ്രേഡ് ചെയ്യുന്നത്. പക്ഷേ അറിയാമല്ലോ, US കണക്കുള്ളൊരു കൺട്രിയെ ഡീഗ്രേഡ് ചെയ്യാൻ നേരത്ത് നാച്ചുറലി കൺട്രിയുടെ ആയിട്ടുള്ള റിട്ടാലിയേഷൻസ് നാച്ചുറലി സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് S&Pയിലെ ഇത് വർക്ക് ചെയ്ത ആൾക്കാരെയും ബാധിച്ചിട്ടുണ്ടായിരുന്നു. സോ 2 കൊല്ലം എടുത്ത് അത് സെറ്റിൽ ചെയ്യാനായിട്ട്. സോ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഫിച്ചിനെ കണക്കുള്ള ആൾക്കാർ ഫുൾ കോൺക്രീറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സിൻ്റെ ബേസിൽ ആക്ഷൻ എടുക്കുന്നത്. ഇനി എന്താണ് സംഭവിക്കാൻ സാധ്യത? നമ്മൾ ശ്രദ്ധിക്കണം, US ആണ് ഏറ്റവും കടവുള്ള ഒരു കൺട്രി അല്ലേ. $32 ട്രില്യൺ ആണ് അക്രോസ് വേൾഡ് അവർ കടമെന്ന് പറയുന്നത്. ഇത്രയും കടവുള്ള വേറെ കൺട്രി സത്യത്തിൽ ലോകത്തിലില്ല. 1971 മുതൽ നിങ്ങൾ നോക്കാൻ നേരത്ത് 21 പ്രാവശ്യമാണ് US ഗവൺമെൻറ് ബ്ലാക്ക് ഔട്ടിലേക്ക് മാറിയത്. 21 ടൈംസ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. കാര്യം ഡെറ്റിൻ്റെ ലിമിറ്റ് കഴിഞ്ഞാൽ പുതിയ ഡെറ്റ് ലിമിറ്റ് എൻഹാൻസ് ചെയ്യണമെങ്കിൽ ഡെമോക്രാറ്റ്സ് റിപ്പബ്ലിക്കൻസ് കൂടെയുള്ള ഗുസ്തിയാണ് നമ്മൾ കാണുന്നത്. ശരിക്കും നമ്മൾ ഈയിടെയും വായിച്ചല്ലേ, ഡെറ്റ് കൂട്ടാൻ പോകുന്നു, ഡെറ്റ് കൂട്ടാനായിട്ട് മറ്റവർ സമ്മതിച്ചില്ല, ഇവരെ സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് മിനിറ്റ് കൺസെൻസസിലാണ് ഡെറ്റ് വീണ്ടും കൂട്ടാനുള്ള എഗ്രിമെൻറ്റിൽ എത്തുന്നത്. സോ ആ ലെവലിൽ 21 ടൈംസ് 1971 മുതൽ US ഗവൺമെൻറ് എത്തിയെന്ന് പറയുമ്പോൾ അത് ദാറ്റ്സ് എ മാറ്റർ ഓഫ് ബിഗ് കൺസേൺ ആണ്. ശരിക്കും ശ്രദ്ധിക്കണം, ഈ AAA റേറ്റഡ് ആയിട്ടുള്ള ഡെറ്റ് എന്ന് പറയുന്നത് AA+ മാറാൻ നേരത്തെ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ AAA റേറ്റഡ് ആയിട്ടുള്ള എന്താ പറയണ്ടേ, പല ഡെത്ത്സ് ഉണ്ട്. ശരിക്കും ആ ഡെത്ത്സിൻ്റെയൊക്കെ ഡെപ്സിൻ്റെയൊക്കെ തിരിച്ചടവ് സ്ട്രെച്ച്ഡ് ആകാൻ സാധ്യതയുണ്ട്. AA+ കിടക്കുന്ന പല ഡെപ്സിൻ്റെയും തിരിച്ചടവ് ശരിക്കും പറഞ്ഞാൽ ഡിഫോൾട്ട് ആകാൻ സാധ്യതയുണ്ട്. സോ പല ഇംപ്ലിക്കേഷൻസ് നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. സോ ഇതാണ് വലിയൊരു ഫാക്ടർ, കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് പോകാനായിട്ടൊരു ഫാക്ടർ. പക്ഷേ മാർക്കറ്റ് ഏറ്റവും സ്ട്രെച്ച്ഡായി നിൽക്കുമ്പോൾ ഏത് ഇൻഫർമേഷൻ കിട്ടിയാലും മാർക്കറ്റ് നെഗറ്റീവായിട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്, മാർക്കറ്റ് താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ 1971 S&P US ഡെറ്റിനെ അവർ ഡീഗ്രേഡ് ചെയ്യപ്പെടും. അന്ന് ആക്ച്വലി ഡൗൺവേർഡ് മാർക്കറ്റായിരുന്നു. കാര്യം നിഫ്റ്റി വാസ് ഡൗൺ സംതിങ് അറൗണ്ട് 12-13%, S&P വാസ് ഡൗൺ ആൻഡ് ഡൗ ജോൺസ് വാസ് ഡൗൺ. അതിനുശേഷം ഈ S&P US സോവറിൻ ബോണ്ട്സിനെ AAA നിന്നും അവർ ഡീഗ്രേഡ് ചെയ്യപ്പെടുത്തേക്കും മാർക്കറ്റ് ഒന്നുകൂടെ താഴെ പോയി. ശരിക്കും ഒരു മാസം കൊണ്ട് നിഫ്റ്റി 10% താഴെ പോയത് 2011. അതുപോലെ തന്നെ ഡൗ ജോൺസും S&Pയും അറൗണ്ട് 5-6% താഴെ പോയി. പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് കയറുന്ന മാർക്കറ്റാണ്. കയറുന്ന മാർക്കറ്റിൽ എങ്ങനെയാണ് മാർക്കറ്റ് ഈ ഒരു ഡൗൺ ഗ്രേഡിൻ്റെ മാർക്കറ്റ് ഏത് രീതി കാണുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. നെക്സ്റ്റ് 1 മന്ത് ആ ഒരു പോയിന്റിൽ വളരെ ക്രിട്ടിക്കലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. സോ ഇതാണ് 2ാമത്തെ പോയിന്റ്. 3ാമത്തെ പോയിന്റ് നിങ്ങൾ നോക്കിയാൽ മീൻ റിവേഴ്സൺ എന്ന് പറയുന്ന ഒരു വളരെ എഫക്റ്റീവായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ട്. ഈ സ്ട്രാറ്റജി എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ഫിനോമിനാണ് ശരിക്കും. സോ ഈ ഒരു ഫിനോമിനിലാണ് നമ്മുടെ നിഫ്റ്റി പോയിക്കൊണ്ടിരുന്നത്. മീൻ റിവേഴ്സൺ ഒരു പോയിന്റിലെത്തുമ്പോൾ മദർ EMAയിലേക്ക് ശരിക്ക് ആ ചൈൽഡ് എന്ന് പറയുന്ന പ്രൈസ് തിരിച്ചു വരണം, ഹാസ് ടു ഹാപ്പൺ. ഇപ്പോൾ ഒരു മീൻ റിവേഴ്സൻ്റെ എഫക്റ്റ് തീർച്ചയായും ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു RSI ഡൈവർജൻസും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പല വീഡിയോസിലും പറഞ്ഞത് നിഫ്റ്റി വല്ലാതെ സ്ട്രെച്ചഡാണ്. ഈ സ്ട്രെച്ചഡ് ലെവലിൽ നിന്ന് നമ്മൾ വളരെ കെയർഫുൾ ആകണം എന്ന് പറയാനുള്ള കാരണം. സോ നമുക്ക് 2-3 ചാർട്ട്സിലേക്ക് കടക്കാം നിഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട്. നിഫ്റ്റി 50യുടെ ചാർട്ടാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ നിഫ്റ്റിയിലെ ഫസ്റ്റ് മീൻ റിവേഴ്സണിൽ വന്ന തിരിച്ച് EMAയിലേക്കുള്ള ക്യാൻഡിൽസിന്റെ പോക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. നിങ്ങൾ നോക്കണം, നിഫ്റ്റി ബ്യൂട്ടിഫുൾ ആയിട്ട് എഫക്റ്റീവ് ഫ്രം March 31 മുതൽ മീൻ റിവേഴ്സൺ, ബ്യൂട്ടിഫുൾ മീൻ റിവേഴ്സൺ വർക്ക് ചെയ്ത ഒരു കൺസെപ്റ്റ് ആയിരുന്നു. ശരിക്ക് ഇതുവരെ ഓരോ ബൗൺസും മുമ്പത്തെ ബൗൺസിനെക്കാട്ടിലും മേളിലായിരുന്നു. അടുത്ത ബൗൺസ് ഇതിനെക്കാട്ടിലും മേളിൽ, അടുത്ത ബൗൺസ് ഇവിടെ സംഭവിച്ചത് ഇതിനെക്കാട്ടിലും മേളിൽ, അടുത്ത ബൗൺസ് ഇതിനെക്കാട്ടിലും മേളിൽ. അത് കഴിഞ്ഞ ശേഷം മീൻ റിവേഴ്സൺ ഓരോ പ്രാവശ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ കയറി തിരിച്ച് മദറിലേക്ക് വന്നു, കയറി മദറിലേക്ക് വന്നു, കയറി മദറിലേക്ക് വന്നു, കയറി മദറിലേക്ക് വന്നു. അതാണ് നമ്മളിപ്പോൾ കണ്ട സംഗതി. ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മീൻ റിവേഴ്സൺ എന്ന് പറയുന്ന ഈ ഫിനോമിനൻ അത് കമ്പൾസറി ആയിട്ട് ഏത് ഇൻസ്ട്രുമെന്റിലും നടക്കുന്ന കാര്യമാണ്. ഈ മീൻ റിവേഴ്സൺ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാൻഡിൽ അനാലിസിസ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സിറ്റ് പ്ലാൻ നല്ലവണ്ണം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷേ മീൻ റിവേഴ്സൺ ഞാനീ പറഞ്ഞത് ജസ്റ്റ് ഒരു നട്ട്ഷെൽ ഓഫ് മീൻ റിവേഴ്സൺ ആണ്. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് സത്യത്തിൽ. അപ്പം എല്ലാം കൂടെ പറയാനായിട്ടുള്ള സമയം നമ്മുടെ വീഡിയോയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ ശരിക്കും. അടുത്ത കാര്യം, നിഫ്റ്റി ഇതിപ്പം നമ്മൾ നിഫ്റ്റി ക്യാൻഡിൽസിനെ നമ്മളൊരു ലൈൻ ചാർട്ടിലേക്ക് മാറ്റുക. എന്താ സംഭവിക്കുന്നത്? നമുക്ക് EMA തൽക്കാലം നമുക്കൊന്ന് ഓഫ് ചെയ്യാം.
സോ ഇത് RSI ആണ് താഴെ, ഇത് ലൈൻ ചാർട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, RSI ലൈൻ ചാർട്ട് നമ്മളെ ബന്ധം നോക്ക്. ഈ ഒരു ആംഗിള് ആണോ ഇവിടെയുള്ള ആംഗിൾ? ഈ ആംഗിളാണോ ഈ ആംഗിൾ? ആംഗിൾ തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ടല്ലേ. ബേസിക്കലി RSI ഡൈവേർജൻസ് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഡൈവേർജൻസിൽ വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ ഈ ഡൈവേർജൻസ് വന്നിരിക്കുന്നത് ബിറ്റ്വീൻ എന്നാ സ്റ്റാർട്ട് ചെയ്ത് ജൂലൈ 6 മുതൽ ജൂലൈ 20 വരെയുള്ള ഗ്യാപ്പിലാണ്, 14 ഡേയ്സ് ഗ്യാപ്പിലാണ് വന്നത്. ഗ്യാപ്പ് കൂടുന്തോറും ഡൈവേർജൻസിന്റെ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളെപ്പോഴും 3 to 5 ഡേയ്സ് ഡൈവേർജൻസ് അല്ല 5 to 7 ഡേയ്സ് ഡൈവേർജൻസ് ആണ് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ളത്. ഗ്യാപ്പ് കൂടുന്തോറും ഡൈവേർജൻസിന്റെ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ നമ്മൾ നേരെ ഇന്ന ലോ ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് പോകാം. നമുക്ക് 1 അവറിലേക്ക് പോകാം. ഇവിടെ എന്താ സംഭവിച്ചത് നിങ്ങൾ നോക്കണം. നമ്മൾ 1 അവറിൽ ഡൈവേർജൻസിനെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്താൽ ഈ ഗ്യാപ്പും നമ്മളുടെ ഇടയിൽ നമ്മൾ നേരെ ക്യാൻഡിൽസിലേക്ക് മാറ്റാം. ഇതെല്ലാം നമുക്ക് എടുത്ത് മാറ്റാം. ഇവിടെ എന്താ സംഭവിച്ചത്? ഇതാണ് ഡൈവേർജൻസ് സംഭവിച്ച ഏരിയ എന്ന് പറയുന്നത്. ശരിക്കും ആ ഏരിയയിൽ എന്താ സംഭവിച്ചത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു ലോ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ലോ ഇതിൻ്റെ അകത്ത് വർക്കൗട്ട് ചെയ്താൽ ഇതാണ് ഫസ്റ്റ് ലോ. ഫസ്റ്റ് ലോ കട്ട് ചെയ്ത് താഴെ പോയി, അതിനുശേഷം എന്താ സംഭവിച്ചത്? അടുത്ത ലോ ക്രിയേറ്റ് ചെയ്തു. അടുത്ത ലോ കട്ട് ചെയ്ത് താഴെ പോയി, അതിനുശേഷം എന്താ സംഭവിച്ചത്? നെക്സ്റ്റ് ലോ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ നെക്സ്റ്റ് ലോ ക്രിയേറ്റ് ചെയ്തു. ആ നെക്സ്റ്റ് ലോയും കട്ട് ചെയ്ത് എനിക്ക് താഴെ പോയതിന് ശേഷമാണ് ഒന്ന് കീർ പോയിന്റ് ശ്രമിച്ചു വെച്ചിരിക്കും. അപ്പോൾ ഈ പോയിന്റ് കിടക്കുകയാണ്. അപ്പോൾ ശരിക്കും ഡൈവേർജൻസ് വർക്ക് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരൊക്കെ, തറവായിട്ടുള്ള ആൾക്കാർക്കെല്ലാം ദേ ക്യാൻ പ്ലാൻ ദെയർ എക്സിറ്റ് അറ്റ് ഫസ്റ്റ് ലോ. ഇതാണ് ഫസ്റ്റ് ലോയിൽ നിങ്ങൾക്ക് കിട്ടില്ല, യു ക്യാൻ പ്ലാൻ യുവർ എക്സിറ്റ് അറ്റ് ശരിക്കും ഈ ഒരു റെസിസ്റ്റൻസിൽ എക്സിറ്റ് ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ശരിക്ക് എന്താ പറയണ്ടത്, ഏകദേശം എക്സിറ്റ് പോയിന്റിനെ കുറിച്ച് നമുക്ക് ഒരു ധാരണ ഉണ്ടാകത്തുള്ളൂ. ശരിക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്താണ് നിഫ്റ്റി താഴെ പോകുന്നതിനെ കുറിച്ച് ഒരു സംശയമില്ലായിരുന്നു. എന്നുള്ള ചോദ്യത്തിന് മാത്രമേ പ്രസക്തി ഉണ്ടായിരുന്നുള്ളൂ. ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്നാണ് ഫിച്ച് റിപ്പോർട്ട് മാർക്കറ്റ് റിലീസ് ചെയ്തത്, ഒരു റീസണിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. ആ റീസൺ വന്നപ്പോഴത്തേക്കും ആ ഡൈവേർജൻസ് ശരിക്കും ആ വീക്ക് ഡൈവേർജൻസ് എന്ന് കൊടുത്തോണം. ആ വീക്ക് ഡൈവേർജൻസ് കയറി ശരിക്കും സ്ട്രോങ് ആയി. ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും നിങ്ങൾ വളരെ കെയർഫുൾ ആകുക. ക്വാളിറ്റി സ്റ്റോക്കിൽ മാത്രമേ ട്രേഡ് ചെയ്യാവുള്ളൂ. വാല്യൂ പ്ലസ് മൊമെൻറ്റം എന്നുള്ള കൺസെപ്റ്റ്സിലുള്ള സ്റ്റോക്ക് മാത്രമേ ട്രേഡ് ചെയ്യാവുള്ളൂ. നിങ്ങൾക്ക് നല്ല സ്റ്റോക്കുകൾ മനസ്സിലാക്കണമെങ്കിൽ, അതിൻ്റെ ഫണ്ട് മനസ്സിലാക്കണമെങ്കിൽ അത് തീർച്ചയായും Eqtfx ട്രെൻഡ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്.